ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം 9:45 നന്നായിട്ട് ഉറങ്ങി. അപ്പോൾ ഇന്ന് റൂം ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് പരിപാടികൾ. ഫ്രണ്ടിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് അവൻ്റെ ബൈക്ക് എടുത്തിട്ട് തന്നെ പോകുന്നത്. ഞാൻ കാർ എടുത്തിട്ട് എനിക്ക് ലുലുവിൽ പോകണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് പിന്നെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബൈക്കിന് പോകാം. ആകുമ്പോൾ ഒന്നും കൂടി ഹാൻഡിൽ ചെയ്യാൻ സുഖമായി. കാർ എടുത്തിട്ട് നടക്കുന്ന ഭ്രാന്തമാവും. ഇന്ന് മട്ടാഞ്ചേരി അതുപോലെ തന്നെ ജ്യൂസ് ടൗണൊക്കെ പോകാനാണ് പ്ലാന്. അങ്ങനെ ചെയ്യാം. ഓക്കെ, എന്തായാലും അവനെ വിളിച്ച് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോഴേക്ക് അവനോട് എത്തൂല. എടാ 10:15. ഞാൻ പോന്നിട്ടുള്ളൂ. ഓക്കെ, യെസ്. അപ്പം ഇനി വിടാം. അല്ലെങ്കിൽ ഞാനവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാനവിടെ ഇരുന്ന് പോസ്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ നേരെ ലുലു വന്ന് കാറ് പാർക്ക് ചെയ്തു. കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും പാർക്കിംഗ് ലോട്ടിലെ നമ്പർ കിട്ടുമോ? അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. ഞങ്ങൾ നേരെ പോകുന്നത് നമ്മളെ മട്ടാഞ്ചേരിയിലേക്കാണ്. മട്ടാഞ്ചേരിയിൽ എനിക്ക് കൊച്ചിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലമായിട്ട് ഞാൻ ചിന്തിക്കുന്നൊരു കേസാണ് നമ്മളെ ഇറച്ചിച്ചോറ് ഇല്ലേ. കൊച്ചിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇറച്ചിച്ചോറ്. അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് നൂറിയ റെസ്റ്റോറൻറ്റ്. അവരുടെ അടുത്തേക്കാണ് ഞാൻ ഇറച്ചിച്ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അതിന്. നല്ല ഫുഡാണ്. ഇതിൻ്റെ മീറ്റിൻ്റെ ക്വാളിറ്റി കണ്ടാൽ തന്നെ ഞെട്ടിപ്പോവും. അത്രത്തോളം സോഫ്റ്റാണ് മീറ്റൊക്കെ. ഇത് കണ്ടില്ലേ, തൊടുമ്പോഴേക്ക് ഇങ്ങനെ വിട്ട് പോകുന്ന രീതിയിലാണ് മീറ്റൊക്കെ ഉള്ളത്. ഭയങ്കര ബിരിയാണീൻ്റെ എക്സ്പെക്റ്റേഷൻ അല്ല, ഇത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തിങ് ആണ്. നമ്മളെ മീറ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ നല്ലൊരു ഭക്ഷണം എല്ലാം കഴിച്ച് ചെറിയ കാശുള്ളൂ കേട്ടോ. ഇവിടെ നല്ല ഭക്ഷണമാണ്. 100 രൂപ എന്തെങ്ങാണ്ടേ ഉള്ളൂ ഒരു ഇറച്ചി ചോറിന്. ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാൻ മാത്രമുള്ളതുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മളെ മട്ടാഞ്ചേരിയിലുള്ള ജ്യൂസ് സ്ട്രീറ്റിലാണ്. പുറമെ കാണുമ്പോൾ ഇത് ചെറിയൊരു റോഡ് പോലെ തോന്നുന്നു അല്ലേ? പക്ഷേ ഈ വഴിക്ക് പിന്നിൽ 100 കണക്കിന് വർഷങ്ങളോളം നീളുന്ന വലിയൊരു ചരിത്രമുണ്ട്. പണ്ട് കാലത്തൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള വ്യാപാരികൾ കൊച്ചിയിലെത്താൻ തുടങ്ങിയത് കടൽ വ്യാപാരത്തിന്റെ ഭാഗമായിട്ടാണ്. പ്രധാനമായും കുരുമുളക്, ഏലം പോലുള്ള സ്പൈസസിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ യഹൂദ വ്യാപാരികളും കൊച്ചിയിലെത്തി. മട്ടാഞ്ചേരിയിൽ അവർ താമസമാക്കി. അവരാണ് ഈ പ്രദേശത്തിന് ജ്യൂസ് സ്ട്രീറ്റ് എന്ന പേര് ലഭിക്കാൻ കാരണമായത്. അവരുടെ ആരാധനാലയമാണ് ഇവിടെയുള്ള പരദേശി സിനഗോഗ്. 1568 ഈ സിനഗോഗ് പണി കഴിപ്പിച്ചത്. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള പ്രവർത്തനക്ഷമതമായ സിനഗോഗുകളിൽ ഒന്നാണിത്. അകത്ത് കയറുമ്പോൾ കാണുന്ന പല ചൈനീസ് ടൈൽസും ബെൽജിയത്തിൽ നിന്നുള്ള ചന്തേലിയറുകളും ഹിബ്രു എഴുത്തുകളുമൊക്കെ ആ കാലഘട്ടത്തിന്റെ ജീവനുള്ള തെളിവുകളാണ്. പിന്നീട് പോർച്ചുഗീസുകാർ കൊച്ചിയിലെത്തി. അവർക്കൊപ്പം ശേഷം ഡച്ച് ഭരണവും പിന്നെ ബ്രിട്ടീഷുകാരും. ഓരോ ഭരണകാലത്തും മട്ടാഞ്ചേരിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ നടക്കുമ്പോൾ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്സും നമ്മുടെ നാടൻ ശൈലിയിലുള്ള വീടുകളും ഒരുമിച്ച് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടത് നമ്മുടെ മട്ടാഞ്ചേരിയുടെയും അതുപോലെ തന്നെ ജ്യൂസ് സ്ട്രീറ്റിൻ്റെയും ഒരു ബേസിക് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ്. അപ്പോൾ ഞാനിവിടെ ഇതിൽ കൂടെ നടക്കുമ്പോൾ വിചാരിക്കുന്നത് പലതരത്തിലുള്ള വെൻഡേഴ്സുകളുണ്ട്, കടകളുണ്ട്. പക്ഷെ എന്നിരുന്നാലും എത്രത്തോളം കാൽപ്പനികമായിട്ടുള്ള ഭംഗി നിലനിർത്തിക്കൊണ്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ വന്നത്. നമ്മുടെ എല്ലാ ജില്ലകളിലും, അതായത് കേരളത്തിലെ 14 ജില്ലകളിലും ചരിത്രമുറങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുപോലുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടെത്തിയിട്ട് ഇതുപോലെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായി പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൻ്റെ ടൂറിസം സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അതിന് ഇറങ്ങേണ്ടത് നമ്മുടെ അധികാരികളും നമ്മുടെ സർക്കാരും തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഏകദേശം ജ്യൂ ടൗൺ മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി. ഏകദേശം കാണാനുള്ളതൊക്കെ കണ്ടു. പരദേശി സിനഗോഗിൻ്റെ അകത്തുനിന്ന് കയറുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെ ജൂയിഷ് ഹോളിഡേ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല. ഇത് കണ്ടോ, ഇവിടെ പഴയ ഒരു സൈക്കിൾ റിക്ഷ എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും ആൻറ്റിക് ഷോപ്പുകളിലൊക്കെ ഇത്രത്തോളം ആൻറ്റിക് ഉൽപ്പന്നങ്ങൾ ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. ഒരുപാട് ആൻറ്റിക് ഷോപ്പുണ്ട് നമ്മളെ ഫോർട്ട് കൊച്ചി, ഈ മട്ടാഞ്ചേരി ഏരിയകളിലൊക്കെ. മെയിനായിട്ട് വിദേശ സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇത് കണ്ടോ,
എന്തൊക്കെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഒരു വള്ളമുണ്ട്, കഥകളിയുടെ തലയുണ്ട്, പിന്നെ ഒരുപാട് വസ്തുക്കളോട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റൊരു പ്രതിമയാണ്. ഒരുപാട് കരകൗശല വസ്തുക്കളും ഇവരിവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സോപ്പ് അങ്ങനെ പോലുള്ള ചെറിയ ചെറിയ ഐറ്റംസും ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ, പഴയ കാലത്തുള്ള എന്തോ കോമ്പസ് ആണ് തോന്നുന്നുണ്ട്, നമ്മുടെ വടക്ക് നോക്കി യന്ത്രം. അതുപോലെ തന്നെ ബൈനോക്കുലർ. ഇതൊന്നും നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുമെന്ന് നല്ലത് അറിയില്ല, ഞാനത് അതിലൊന്നും തൊടാൻ പോയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ജ്വല്ലറികളുണ്ട് കേട്ടോ. ഈ ജ്വല്ലറികളിലൊക്കെ വിൽക്കുന്നത് കാണാൻ നല്ല പഴക്കം തോന്നുന്ന ആഭരണങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ഒരു എക്സിബിഷൻ സെൻറ്ററിലേക്കാണ്. ഇതൊരു മോഷൻ ഫ്ലാപ്പ് ബോർഡാണ്. ഒരു 35 മിനിറ്റ്സ് ലൂപ്പ് എന്ന് പറയും. ഇതൊരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാണ്. ഇത് ബേസിക്കലി മുന്നേ കാലങ്ങളിലെല്ലാം ഉപയോഗിച്ചിരുന്നത് ട്രെയിനിൻ്റെയും വിമാനത്തിൻ്റെയും എല്ലാം വരത്തുപോക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതൊരു കലാരൂപമായിട്ടാണ് ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള കുറിപ്പ് വായിച്ചാൽ മനസ്സിലാവും. പിന്നെ ഇതിൽ അറസ്റ്റ് ചെയ്ത് പോകുന്ന ആള് ഇൻവിസിബിൾ ആണ്. സോ യു ക്യാൻ പ്ലേസ് യുവർ സെൽഫ് ഇൻ ഇറ്റ് എന്നുള്ളൊരു സാധനമാണ്. പിന്നെ വേറൊരു എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. ഐ ഡോണ്ട് നോ ഇഫ് ദ ആർട്ടിസ്റ്റ് ലൈക്ക് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് നമുക്കൊരു തോന്നലുണ്ടല്ലോ, നമ്മളെ ബാധിക്കാത്ത പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല എന്നുള്ളൊരു സാധനം. പലസ്തീനിൽ നടന്നാലും നമ്മളത് നേരിട്ട് ബാധിക്കുന്നില്ല. അപ്പം വൈ ഷുഡ് ബി കെയർ എന്നുള്ള സാധനം. നമ്മളിത് ചെറിയൊരു പെയിൻറ്റിങ് ആയതുകൊണ്ട് നമുക്ക് അടുത്തേക്ക് വരണം. അപ്പം നമ്മളെ ബാധിക്കാത്ത പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു സാധനം കൂടി ഉണ്ട്. അപ്പോൾ ആ പറഞ്ഞതാണ് ഈ കാണുന്ന കലാസൃഷ്ടിയുടെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഞാൻ ക്രയോൺ യൂസ് ചെയ്തൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കിയതാണ്. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രൂപം ഈ പേപ്പറിലോട്ട് വരുന്നുണ്ട്. പാടിയ കവിതകൾ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് ഓൺലി ദ മിറർ ആൻഡ് ദ ഗ്ലാസ് ഇസ് പ്രസന്റ് ഇൻ ദ പ്രിസൺ വെർ ദ വിറ്റ്നസ് എന്നുള്ളൊരു സാധനം. സോ സപ്രഷൻ അതിനെയൊക്കെ പറ്റി പറയുന്നൊരു രീതിയാണ്. ഇത് 21 പെൻസിൽ ലെഡ്സ്, ബ്രോക്കൺ പെൻസിൽ ലെഡ്സ് ഒരു ടവറാക്കി വെച്ചേക്കുന്ന. ഇറ്റ് സിംബലൈസസ് ഒരു ഐസൊലേറ്റഡ് പീരീഡ്, ഒറ്റപ്പെടലും നിരന്തരമായ പരിശ്രമത്തെ കാണിക്കുന്നു. മനസ്സിലായി. ലൈറ്റ് മാത്രം, കുറച്ച് ലൈറ്റ് ഡിമ്മായിട്ട് ഫോക്കസ് ടു സൗണ്ട് എന്നുള്ളൊരു സാധനം. അതിൽ പല നാട്ടിലെ 8 പാട്ടുകൾ ഇതിൽ പോകുന്നു. ഇപ്പോൾ ബെലചൗ സീരീസിൽ നമ്മൾ കേട്ട് ഭയങ്കര വൈറലായിരുന്നു. ആക്ച്വലി ഇറ്റ് കംസ് ഫ്രം 1940s ഇറ്റലിയിലെ റൈസ് വീഡേഴ്സ് വുമൺ പാടിയിരുന്ന പാട്ടാണ്. അവരുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് അവരുടെ സ്ട്രഗിൾ അഡ്ജസ്റ്റ് ആവാൻ ഓക്കെ. लाजिम है कि हम भी देखेंगे, We shall overcome someday. Deep in my heart, I do believe we shall overcome someday. लाज़िम है हम भी देखेंगे, हम देखेंगे जब से खुदा के काबे से, जब से खुदा के काबे से सब बुत उठवाए जाएंगे. എക്സിബിഷൻ ആൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളി. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ മട്ടാഞ്ചേരിയിലുള്ള വാട്ടർ മെട്രോ ടെർമിനലിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് വർഷം മുമ്പൊക്കെ ഇവിടെ നിന്നും
ഒരു ദ്വീപിലേക്കോ അല്ലെങ്കിൽ ടൗണിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. ഫെറി കയറിയിട്ടും അങ്ങനെ പല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. നേരെ വാട്ടർ മെട്രോയിൽ വരിക, കയറുക, ടിക്കറ്റ് എടുക്കുക, നമുക്ക് നേരെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങോട്ടോ പോകേണ്ടത് അങ്ങോട്ടെത്താം. ഇപ്പോൾ ഒരുപാട് സ്റ്റേഷൻസൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എവിടേക്കാണോ സ്റ്റേഷൻസ് ഉള്ളത് അവിടേക്കെല്ലാം നമുക്ക് വളരെ ഹാസിൽ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. നല്ല സീറ്റുകളാണ്, AC ഉണ്ട്, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ബോട്ടിൻ്റെ അകത്തളം, പ്രോപ്പർ സേഫ്റ്റി. ഇത് ശരിക്കും ഒരു മിനി മെട്രോ തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് വൈപ്പിന്, ബോൾഗാട്ടി അതുപോലെയുള്ള മറ്റ് ദ്വീപുകളിലേക്കും ഒക്കെ പോകുന്നവർക്ക് ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ. മുമ്പൊക്കെ മണിക്കൂറുകൾ എടുത്തിരുന്ന യാത്ര ഇപ്പോൾ വെറും കുറച്ച് മിനിറ്റ് കൊണ്ട് തീരും. സമയം ലാഭം, ടെൻഷനും കുറവും. അതോടൊപ്പം ഈ പരിസ്ഥിതിക്കും നല്ലതാണ് കേട്ടോ. ഇലക്ട്രിക് ബോട്ടുകളായതിനാൽ തന്നെ പുകയില്ല, നോയ്സും കുറവാണ്. വാട്ടർ മെട്രോ ഒരു ട്രാവൽ സിസ്റ്റം മാത്രമല്ല കേട്ടോ, ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സംഭവം കൂടിയാണ്. ബോട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ചുറ്റും കായലുകളും ചെറിയ വീടുകളും വള്ളങ്ങളും കപ്പലുകളും കപ്പൽ ടെർമിനലും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ടൂറിസ്റ്റുകൾക്ക് ഇതൊരു സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഫോട്ടോ എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒക്കെ പറ്റിയൊരു പെർഫെക്റ്റ് പ്ലേസ് തന്നെയാണിത്. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആളുകളൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കുട്ടികളും കുടുംബങ്ങളും ഓഫീസിലേക്ക് പോകുന്നവരും ടൂറിസ്റ്റുകളും എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇതിലിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കൊച്ചി വാട്ടർ മെട്രോ കൊച്ചിയുടെ ഒരു ഫ്യൂച്ചർ തന്നെയാണ് കേട്ടോ. ട്രാഫിക് കുറക്കാനും പൊല്യൂഷൻ കുറക്കാനും ജീവിതം ഈസിയാക്കാനും ഇതൊക്കെ വലിയൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൊച്ചിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ മട്ടാഞ്ചേരിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെട്രോ സ്റ്റേഷൻ അതായത് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ വാട്ടർ മെട്രോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് നല്ലൊരു അടിപൊളി അനുഭവം തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. ഇവിടെയാണ് ലോകപ്രശസ്ത യാത്രികനായിട്ടുള്ള വാസ്കോഡഗാമയെ ആദ്യം കബറടക്കിയിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശരീരം പോർച്ചുഗലിലേക്ക് മാറ്റിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും ഇവിടെ ഈ സ്മാരകം നിലനിൽക്കുന്നുണ്ട്. ഈ പള്ളിക്ക് പിന്നിൽ വലിയൊരു ചരിത്രം തന്നെയാണ് കേട്ടോ. 1500കളിലാണ് പോർച്ചുഗീസുകാർ ഈ പള്ളി പണി കഴിപ്പിക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ 100 കണക്കിന് വർഷങ്ങളുടെ കഥകളൊക്കെ ഈ ചുമരുകൾ കണ്ടിട്ടുണ്ട്. വാസ്കോഡഗാമയുടെ ടോംബ് ഉള്ളതാണ് ഈ പള്ളിയെ വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാക്കി മാറ്റിയിട്ടുള്ളത്. ചർച്ചിനകത്ത് കയറുമ്പോൾ കാണുന്ന പഴയ മരക്കസേരകളും കല്ലുകൊണ്ടുള്ള നിലവും ലളിതമായ ഡിസൈനും ഒക്കെ ആ പഴയ കാലത്തിൻ്റെ അടയാളങ്ങളാണ്. ഇവിടെ വലിയ ആഡംബരങ്ങളൊന്നുമില്ല കേട്ടോ, പക്ഷേ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്. നമുക്ക് കുറച്ചു നേരം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത് വെറും ഒരു പള്ളി മാത്രമല്ല, കൊച്ചിയുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത് നമ്മൾ വന്നിട്ടുള്ളത് എറണാകുളം ജില്ലാ പൈതൃക മ്യൂസിയത്തിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ചരിത്രശേഷിപ്പുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ പണ്ട് സ്കൂളുകളിലെല്ലാം പഠിച്ചിട്ടുണ്ടാവും അല്ലേ, പാപ്പിറസ് ഇലകളാണ് ആദ്യ കാലങ്ങളിൽ എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ആ പാപ്പിറസ് ചെടിയുടെ ഇല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പേപ്പറാണ് കേട്ടോ. ഇതിലവർ പല ചരിത്രശേഷിപ്പുകളായിട്ട് റിക്കവർ ചെയ്തെടുത്തിട്ടുള്ളതാണ് അതൊക്കെ.
ഈ കാണുന്നത് ഒരു ഡച്ച് കിച്ചണാണ് കേട്ടോ. പഴയ കാലത്ത് ഡച്ചുകാർ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു അടുക്കളയാണിത്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളകളിലും പണ്ടുണ്ടായിരുന്ന ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇതിൽ ഈ കാണുന്ന അമ്മിക്കല്ല് ഉണ്ടല്ലോ, നമ്മൾ അമ്മി എന്ന് പറയുന്ന അരക്ക ഉപയോഗിക്കുന്ന സംഭവം, ചതക്കുന്നത്, അങ്ങനെ പല സാധനങ്ങളും പല പാത്രങ്ങളും നമ്മുടെ പഴയ തറവാടുകളിലെ അടുക്കളകളിൽ കണ്ടതായിട്ട് നമുക്ക് ഓർമ്മയുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇന്നത്തെ കാഴ്ചകളൊക്കെ തീർന്ന് വൈകുന്നേരമായി. അപ്പോൾ ഇനി സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബീച്ചിൽ വന്നതാണ്. വലിയൊരു കപ്പൽ നോക്കിയേ, നല്ലൊരു കപ്പൽ കാണുന്നുണ്ടല്ലോ അവിടെ. അപ്പോൾ നല്ല സൂര്യനെല്ലാം നല്ല ചുവന്ന് തുടുത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുറ്റും പക്ഷികൾ പറക്കുന്ന പോലെയാണ് പട്ടങ്ങൾ പറക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്.
Like a flower burning in the breeze, underneath sympathy. Welcome back to our world of me. Stability, sympathy. All the cats made me on the floor. In my eyes still see you leave. You are the party with me. What you say I can be. I can hear the sound of violin. Long before it begins. മോർണിംഗ് ഗൈസ്. സമയം രാവിലെ 6:15. ഇന്നലെ രാത്രി വന്ന സമയത്ത് ഭയങ്കര ഉറക്കം വരുന്നുണ്ടായിരുന്നു. രക്ഷയില്ലാതെ ഉറക്കം വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് എടുത്ത് വിളിച്ചു. ഞാൻ വെറുതെ വിളിച്ചതാണ്. അപ്പോൾ അവൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. എൻ്റെ വീട്ടിലൊന്ന് കിടന്നു. ഏകദേശം 12 മണിയായി ഞാൻ എത്തിയപ്പോൾ. 6:15 ഞാൻ അലാം വെച്ച് വണ്ടി എടുത്ത് പോന്നു. ഇനി 90 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഫൈനലി നമ്മൾ വീട്ടിലെത്തി. 2 ദിവസത്തെ സംഭവബഹുലമായ യാത്രയായിരുന്നു. പല കാര്യങ്ങളും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ കൊച്ചിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ എക്സിബിഷൻ സെൻറ്റേഴ്സും അവിടെ കാണുന്ന പല സംഭവങ്ങളൊക്കെ നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. അപ്പോൾ ഈ കൊച്ചിൻ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.